25 വർഷമായിട്ട് ഒരു ലൈഫിൽ ഓരോ ദിവസം ടു ഡു ലിസ്റ്റിനുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. സാറ് ചിലപ്പോൾ ഒരു വർക്ക് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലാവും നമ്മളത് പറഞ്ഞിട്ടുണ്ടാവുക. അതാ ഷാർപ്പ് ടൈം സാറിന്റെ കോൾ വന്നിരിക്കും. ഇന്നലെ 7:40 സാറിന്റെ കോൾ എന്ത് എനിക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും ആ ഒരു ടു ഡു ലിസ്റ്റിന് ശരിക്കും ഒരു പ്രോപ്പർ പ്ലാനിങ് സാർ ഇടുന്നില്ലേ? എങ്ങനെയാണ് സാർ അത് മാനേജ് ചെയ്യുന്നത്? അപ്പം ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമായിട്ട് ഒരു ഈ പേപ്പർ 10-25 വർഷമായിട്ട് മനസ്സിലായി ഇത് നടക്കുന്നതാണോ നടക്കാത്തതാണെന്നുള്ളത് റിസർച്ച്. ഇത് 25 വർഷമായിട്ട് 25 അതിൽ കൂടുതൽ വർഷമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം ഇന്ന് ഈ കാര്യം ചെയ്യാണ്ട് എനിക്ക് കടന്നുറങ്ങാൻ പറ്റില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ഭയങ്കര എളുപ്പമായി തോന്നും, സിമ്പിളായി തോന്നും. മനസ്സിലായി. പിന്നെ ആൾക്കാർക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കും. മനസ്സിലായി. ഒരു തെറ്റും നിങ്ങൾ ചെയ്യില്ല. മനസ്സിലായി. ടൈം ബൗണ്ട് ആയിരിക്കും. ശനിയാഴ്ച അടിച്ചു പൊളിച്ച് കല്യാണം എന്തെങ്കിലും ആയിരിക്കും, അടിച്ചു. തിങ്കളാഴ്ച വലിയ ഭാരമായിട്ട് വരിക. അയ്യോ തിങ്കളാഴ്ചയാണ്, എന്താ ചെയ്യുക? അല്ല, ഓണം കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? വലിയ ഭാരമാണ്. നേരെ മറിച്ച് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നാളെ എന്താണെന്നുള്ള എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പേജ് തുടങ്ങി വെച്ചാൽ ഇതായേ ഉള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് ദീപകിന്റെ കൂടെ 1 മണി വരെ നിൽക്കുകയാണ്. അപ്പൊ ആ വരെ എനിക്കൊരു ഫോൺ കോൾ വരൂല. ഞാൻ വേറൊരാളെ ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഒരു കാര്യമില്ല. റിലാക്സ്ഡ് ആണ്.